ജോ, നീ ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞോ? മതി, ബാക്കി നാളെ എഴുതാം. ഇതാരുടെ ഈ പേന? നിന്നോട് ഞാൻ എത്ര വട്ടം പറഞ്ഞു ക്ലാസ്സിലെ പിള്ളേരുടെ സാധനം ഒന്നും എടുത്തോണ്ട് വരരുന്ന്. നോക്ക് നിങ്ങളുടെ മോൻ എന്നെ ചെയ്തേക്കുന്നതെന്ന്. ക്ലാസ്സിലെ പിള്ളേരുടെ സാധനം എടുത്തോണ്ട് വരുന്നത് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ടെന്ന് അറിയും. കൊച്ച് വളം വെച്ച് കൊടുക്കും. ദേഷ്യപ്പെടുന്നേ മോൻ നാളെ സ്കൂളിൽ കൊണ്ട് കൊടുക്കൂലേ? ആ അത്രേ ഉള്ളൂ. നല്ല കുട്ടി അങ്ങനെ കേട്ടോ. നിങ്ങൾ എന്നെ ചിന്തിച്ചോണ്ട് നിൽക്കുന്നേ. ഒന്ന് കിടക്കാൻ നോക്കും. നേരെ എത്രയായി? ഇതെന്റെ അച്ഛൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന് വാച്ച തുടരും. അപ്പോൾ കവി പറയുന്നതനുസരിച്ച് എന്തിനാണ് അമ്മ കൊച്ചിനോട് വഴക്കുണ്ടാക്കുന്നത്? പൂ പറിച്ചതിന്. കാരണം മാവിൻ്റെ പൂ പറിച്ചാൽ മാമ്പഴം ഉണ്ടാകത്തില്ല. അപ്പോൾ കവി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, അവിടെ 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 ഇവിടെ ശ്രദ്ധിച്ചേ. കുറേ നേരമല്ല നീ വാച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നേ. എടുത്തു വെച്ചേ മാറ്റി വെച്ചേ അടി. ആ അപ്പോൾ ഈ മാമ്പഴം ഉണ്ടാകാൻ വേണ്ടിയിട്ട് കാത്തിരിക്കാൻ വേണ്ടിയിട്ട് അമ്മ കൊച്ചിനോട് വഴക്കുണ്ടാക്കിയതാണ് ശരിക്കും. ഈ കവിത അവസാനിക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് മരിച്ചുപോയ കുഞ്ഞിനെക്കുറിച്ച് ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അമ്മയാണ്. അപ്പോൾ അമ്മയ്ക്ക് സങ്കടമായി, വഴക്ക് പറയണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഓക്കെ, നാളെ കാണാം. ഹോംവർക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്തുകൊണ്ട് വരിക. നാളെ എല്ലാവരും സമയത്ത് തന്നെ ക്ലാസ്സിൽ കയറണം കേട്ടല്ലോ. ഓക്കേ. കിടക്കാറായില്ലേ? വാ. ഹലോ, എന്താണ് സ്കൂളിൻ്റെ വരാന്തയിലൊക്കെ? സാറിന് എന്നെ മനസ്സിലായില്ലേ? ഞാനിവിടെ കട നടത്തിയിരുന്ന മാത്യുജിനെ ഓർമ്മയില്ലേ? അദ്ദേഹത്തിന് മോനാ. ഓ, റോയ് അല്ലേ? ആ, നീ വാ, നമുക്ക് സംസാരിക്കാം. വേടാ. സ്കൂളിൻ്റെ പണിയൊക്കെ എന്തായി? അതങ്ങനെ നടക്കുന്നു, പക്ഷേ ഒന്നും അങ്ങോട്ട് ആയിട്ടില്ലടാ. അപ്പോൾ ആ റോയ് പ്രത്യേകിച്ച് ചുമ്മാ ഇറങ്ങിയെന്നുള്ളോ അതോ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ? അല്ല, ആ പഴയ ഗ്യാങ് ഇല്ലേ, അവരുടെ ഒരു റീയൂണിയൻ. ആ, അത് നല്ല കാര്യമാണ്. എന്നാ പ്ലാൻ ചെയ്യുന്നേ?
വരുന്ന സൺഡേ ആണ് പ്ലാൻ ചെയ്യുന്നത്. ഇവിടുത്തെ ഓഡിറ്റോറിയം കിട്ടുമെന്നറിയാൻ. ആരോടെങ്കിലും സംസാരിച്ചോ? ഇല്ല, അതോ മാനേജറിനോട് സംസാരിക്കണം. പിന്നെ സാറിനോടും ഞാൻ ചോദിച്ചു. ചോദിച്ചു നോക്കാം. ഞായറാഴ്ചയല്ലേ, അവധി ആയത് കാരണം കുഴപ്പമില്ലായിരിക്കും. ഓക്കേ, ഞാൻ ഓക്കേ. ചോദിച്ചു നോക്കാം. മറ്റന്നാൾ എന്നെ ഒന്ന് വിളിച്ചാൽ മതി കേട്ടോ. സാർ ഒരു മിനിറ്റ്. എന്താ റോയി? സാറിന് അന്ന് ആ ക്ലാസ്സിലൊരു വാച്ച് കളഞ്ഞു പോയത് ഓർമ്മയുണ്ടോ? നീ പൊക്കോ, ഞാൻ ക്ലാസ്സിലേക്ക് വന്നേക്കാം കേട്ടോ. സൈലൻസ്, പെട്ടെന്ന് കയറുന്നേ. അവൻ്റെ വാച്ച് കാണാതെ പോയെന്ന് അവൻ എൻ്റെ അടുക്ക വന്ന് സങ്കടം പറഞ്ഞു. ആരാ അവൻ്റെ വാച്ച് എടുത്തേ? ആരാ അവൻ്റെ വാച്ച് എടുത്തേ? ആരും പറയുന്നില്ലെങ്കിൽ, പൊതുവെ പറയാൻ മടിയുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും 2 മിനിറ്റ് കണ്ണടച്ചിരിക്കാം. ആരാണോ അവൻ്റെ വാച്ച് എടുത്തത് ആ വാച്ചുള്ളയാൾ വാച്ച് ഇവിടെ കൊണ്ടുവെക്കണം. ഇനി അന്നേരം വെക്കുന്നില്ലെങ്കിൽ അതല്ലാതെ ഞാൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പ്രശ്നമാകും. അതുകൊണ്ട് ഞാൻ കണ്ണടച്ചിരിക്കുന്ന സമയത്ത് ആരാണെങ്കിലും വാച്ച് ഇവിടെ കൊണ്ട് വെച്ചിരിക്കണം. ഓക്കെ, എല്ലാവരും നേരെ ഇരുന്നേ. എന്നിട്ട് എല്ലാവരും ഒന്ന് കണ്ണടച്ചേ. പെട്ടെന്ന് ആരാണോ വാച്ചെടുത്തത് വാച്ചെടുത്ത ആൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചോ. അത് മറക്കാൻ പറ്റുമോ? അന്ന് എന്താ സാറേ? ആ കുട്ടി ഒരു വഴക്ക് പോലും പറയാതെ വിട്ടുകളഞ്ഞു. റോയി, എനിക്കറിയില്ല അത് ആരാ ചെയ്തതെന്ന്. എനിക്കറിയുകയേ വേണ്ട. പക്ഷേ എൻ്റെ ഒരു വിദ്യാർത്ഥി അങ്ങനെ ചെയ്തതെന്ന് പറയുന്നത് എൻ്റെ ഒരു പരാജയമാണ്. എൻ്റെ മക്കളെല്ലാം നല്ലതാണ്. എനിക്കവരെ കുറ്റക്കാരായിട്ട് കാണാൻ ഇഷ്ടമില്ല. എന്ത് പറ്റി റോയി ഇപ്പം അങ്ങനെ ചോദിക്കാൻ? ഒന്നുമില്ല സാർ, ഒന്നുമില്ല. ഓക്കെ, ഞാൻ ചെല്ലട്ടെ, നമുക്ക് കാണാം. ഓക്കെ എന്നാൽ.